ചെറുതായിട്ടൊരു പണി കിട്ടി. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ ഇപ്പുറത്തെ സീറ്റിൽ ആളില്ല. ബോർഡിങ് കഴിഞ്ഞു, ഇവിടെ ആളില്ല. അതുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റിൽ മിസ്സായി. കറക്റ്റ് ഓടിയൊക്കെ ചെന്ന ഭയങ്കര ഓട്ടോ ആയിരുന്നു. അതുപോലെ വേറെ ഒരു ട്രാവലറിനെ കണ്ടു, അവരും കരഞ്ഞു. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കാരണം നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ പോവുകയാണ്. യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൺട്രീസ് ഉണ്ടല്ലോ. നമ്മൾ പോകുന്ന ഒരു മൂന്ന് കൺട്രികളാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് സിഡ്നിയിൽ നിന്ന് ആദ്യം നമ്മൾ ലാൻഡ് ചെയ്യുന്നത് പാരീസിലാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ബെൽജിയം പോവും, പിന്നെ ആംസ്റ്റർഡാം. അധികം ദിവസമൊന്നുമില്ല. ഇത് ഈ ഈസ്റ്റർ ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ കുറച്ച് ലീവ്സ് ഉണ്ട്. പിന്നെ ഒരു 3-4 ലീവും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് നമുക്കൊരു 10 ദിവസം കിട്ടി. അപ്പം അതുകൊണ്ട് പെട്ടെന്നുള്ള ട്രിപ്പല്ല. ട്രിപ്പ് ഒത്തിരി മുന്നേ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തതാണ്. പക്ഷേ ഈ പോകുമ്പോൾ ഈ 10 ദിവസമല്ലേ ഉള്ളൂ. 10 ദിവസത്തിൽ ആക്ച്വലി അങ്ങോട്ട് പോകാൻ തന്നെ വേണം നമുക്കൊരു 10-25 മണിക്കൂർ തിരിച്ചു വരാനും വേണം. അപ്പം അതുകൊണ്ട് ട്രിപ്പ് ഭയങ്കര ഷോർട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെയൊക്കെ നോക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 9 മണിക്കാണ്, രാത്രി 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം രാവിലെ ഇപ്പോൾ 10 മണിയായി. ഞാൻ പാക്കിങ് നേരത്തെ ചെയ്ത് വെച്ചില്ല. പക്ഷെ ഞാനിങ്ങനെ ഇന്ന ഫസ്റ്റ് ഡേ ഇതിടണം, ഈ ഡ്രസ്സ്, സെക്കൻഡ് ഡേ ഡ്രസ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം പെട്ടിയിലോട്ട് കയറ്റണം. പിന്നെ ഓരോ സാധനങ്ങൾ പെട്ടിയിലോട്ട് കയറ്റുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അയ്യോ ഇതെടുക്കണം മറ്റേതെടുക്കണം. അപ്പം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉള്ള പരിപാടികളാണ് ഇന്നത്തെ. പിന്നെ നമുക്ക് കോഫീനെ കൊണ്ടുപോയിട്ട് ഒന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. അതൊക്കെയാണ്. പിന്നെ തിരിച്ചു വരുന്നു. അധികം സമയമൊന്നും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ പെട്ടി ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാനാ. തിരിച്ചു വന്നിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അതുകൊണ്ട് ഇതൊരു ചെറിയ ഷോർട്ട് വ്ളോഗായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എടുത്തു വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കൂടെ പ്രിപ്പറേഷന് നിങ്ങളും കൂടെ വാ. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞു. അപ്പോഴോർത്ത് നമ്മൾ പാരീസിൽ അശ്വിൻ്റെ ഒരു കസിനുണ്ട്, പിന്നെ ആംസ്റ്റർഡാമിലൊരു കസിനുണ്ട്. അപ്പോൾ നമ്മൾ അവരെ എന്തായാലും മിക്കവാറും മീറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഓസ്ട്രേലിയയുടെ എന്തെങ്കിലും ഒരു ഇവിടുത്തെ ഒരു ഡെലിക്കസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ടിം ടാമും പിന്നെ വെജിമൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഇതൊരു സ്പ്രെഡാണ്. ടിം ടാം ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് താവട്ടിറങ്ങുക, പോയിട്ടൊന്ന് അത് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ. ആ കാര്യം മറന്നുപോയെന്നല്ല, നമുക്ക് ലീവ് കിട്ടിയത് അതുകൊണ്ട് ആണല്ലോ. പക്ഷേ കടകളൊക്കെ അടവായിരിക്കുന്നു, മറന്നുപോയി. ഇപ്പോൾ നോക്കി നമ്മുടെ ടൗൺ സെൻറ്ററിൽ ഒരു കടയും തുറന്നിട്ടില്ല. ആകപ്പാടെ ഒരു ഫിഷിൻ്റെ ഒരു കടയുണ്ട്. അതൊഴികെ വേറെ ഒരു കടയും തുറന്നിട്ടില്ല. സ്വാഭാവികം, ഗുഡ് ഫ്രൈഡേ അല്ലേ. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു വൂളീസ് തുറന്നിട്ടുണ്ടാവും. നമുക്ക് വൂളീസ് നേരത്തെ സാധനം മേടിക്കണ്ടേ. ഞാൻ വിചാരിച്ചു വൂളീസ് തുറന്നിട്ടുണ്ടാവും. വൂളീസോ കോൾസ് ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇത് തുറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അത് തുറന്നിട്ടില്ല. കണ്ടോ നമ്മുടെ ടൗൺ സെൻറ്റർ. ഇവിടുന്ന് അങ്ങോട്ടൊക്കെയാണ് കേമാട്ട്. അവർ അതിൻ്റെ ഗേറ്റേ അടച്ചിട്ടുണ്ട്. ഈ കടകളൊന്നും തുറന്നിട്ടുമില്ല. ജസ്റ്റ് ഈ ഒരു ഫിഷിൻ്റെ ഷോപ്പ് മാത്രം തുറന്നിട്ടുണ്ട്. അവിടെ കൊണ്ട് നല്ല തിരക്കുണ്ട്. പക്ഷെ നമ്മുടെ ബാക്കി എല്ലാ കടകളും അടച്ചിരിക്കുക. കണ്ടില്ലേ വൂളീസ്. ഞാൻ വൂളീസ് ഇങ്ങനെ അടച്ച് കണ്ടിട്ടേ ഇല്ല. അയ്യോ, വൂളീസ് അടച്ച് എല്ലാ കടയും കടവാണ്. എനിക്കൊരു ഗിഫ്റ്റിൻ്റെ ഒരു ബോക്സ് മേടിക്കണമായിരുന്നു.
അത് ഈ കടയിൽ നിന്നായിരുന്നു, റോണീസ് നിന്നായിരുന്നു. പക്ഷെ റോണീസൊക്കെ അടച്ച്. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ വോളീസിൽ പോയിട്ട് ഞാനിങ്ങനെ ടിംടാം എടുത്ത് കൈ എടുത്തതാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, ഇന്ന് മേടിച്ചാൽ മതിയല്ലോ, വെറുതെ എന്തിനാ നേരത്തെ മേടിച്ച് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല. അത് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങ് പോന്നു. പിന്നെ ഇതേപോലെ ഞാൻ പറയാം ഗിഫ്റ്റിൻ്റെ ഒരു ബോക്സ് മേടിക്കാണ്ടായിരുന്നു. അതും ഞാൻ വെച്ചു. ഇവിടുന്ന് ഞാൻ ഓഫീസിൽ പോയപ്പോൾ ഓഫീസിലുള്ള അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി നോക്കിയതാ. പിന്നെ വെറുതെ എന്തിനാ അവിടുന്ന് ചുമന്നുകൊണ്ട് വരുന്നത്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടല്ലോ, ഇവിടുന്ന് മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ കോഫീനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമല്ലോ, അപ്പോൾ ആ വരുന്ന വഴിക്ക് ഒരു വോളീസ് തുറന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് മേടിക്കാം. അവിടുന്ന് എല്ലാം കിട്ടുമായിരിക്കും. പിന്നെ അതും തോന്നിട്ടില്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് നമുക്ക് എയർപോർട്ടിൽ നിന്ന് മേടിക്കേണ്ടി വരും. എയർപോർട്ടിൽ പിന്നെ ഈ പുറത്തുനിന്ന് കൊടുക്കുന്നതിനേക്കാളും കാശ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ എയർപോർട്ട് ഒഴിവാക്കാൻ നോക്കുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എയർപോർട്ടിലോട്ട് പോവാണേ. നമ്മൾ മെട്രോയ്ക്കാണ് പോകുന്നത്. കാരണം വണ്ടി കൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ദിവസം എയർപോർട്ടിൽ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അഫോർഡബിൾ അല്ല. അപ്പോൾ നമ്മളെപ്പോഴും മെട്രോയ്ക്കാണ് പോകാറ് എയർപോർട്ടിലോട്ട്. എയർപോർട്ട് വരെ മെട്രോ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് സെൻട്രൽ സ്റ്റേഷനിൽ മാറി കയറണം. അപ്പോൾ അത് അങ്ങനെ മാറി കയറുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ എന്താ നമ്മൾ എയർപോർട്ടിൽ എത്തി, ചെക്ക് ഇൻ ചെയ്തു, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മളിതാ പിന്നെ വെയിറ്റ് ചെയ്യാൻ പോവുക. എന്തായാലും ഒരു 3-4 മണിക്കൂറുണ്ടല്ലോ. 3-4 മണിക്കൂറില്ല, എനിക്കൊന്ന് എയർ ചെക്കിനും എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി 2 മണിക്കൂറും കൊണ്ടേ ഉള്ളൂ. നമ്മൾ ഒരു മെക്ഡിയിൽ നിന്ന് ഒരു ബർഗറൊക്കെ മേടിച്ച് കഴിച്ച് പിന്നെ നമ്മളിത് ഗേറ്റിലോട്ട് നടക്കുകയാണ്. നമ്മളപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കുക കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ ബ്രെയിനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അശ്വിനുള്ളതുകൊണ്ട് ഗേറ്റ് നമ്പർ പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അശ്വിൻ്റെ പുറകെ, അശ്വിൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, ഞാൻ അശ്വിൻ്റെ പുറകെ ഇങ്ങനെ ബ്രെയിനൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഓട്ടോ പൈലറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുക. സാധാരണ അല്ലേ നമ്മൾ ഗേറ്റ് നമ്പർ നോക്കും. ഇതെന്താ അറിയില്ല, ഇന്ന് എനിക്കിങ്ങനെ ഉറക്കം വന്നിട്ട് രക്ഷയില്ല. പിന്നെ വെച്ച് അശ്വിനെല്ലാം നോക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അശ്വിൻ്റെ പുറകെ പോയപ്പോരെ. എന്നെ പോലെ ഉണ്ടോ ആൾക്കാർ? ഇപ്പം നമ്മുടെ കൂടെ ആരെങ്കിലും ഇങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ബ്രെയിൻ ഓഫ് ചെയ്ത് വെച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഇതാരാ നോക്കി ഇവിടെ നിൽക്കുന്നത്? നല്ല രസമില്ല, ലാമയാ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയേ, ഫ്ലൈറ്റിൽ കയറി. കുറേ സാധനമുണ്ട് കേട്ടോ. ടർക്കിഷ് എയർലൈൻസ് ആണ്. ഒരു പൗച്ച് അതിനകത്ത്, അത് പലർക്കും പല. എൻ്റെ പൗച്ച് ഇതാണ് ഫ്ലോറൽ. അശ്വിൻ്റെ പൗച്ച് നോക്ക്. അവിടെ ഒരു ചെരുപ്പ്, അശ്വിൻ്റെ വേറൊരു ഡിസൈൻ. ഒരു ചെരുപ്പുണ്ട്, സോക്സ് ഉണ്ട്. നൈസ് സോക്സ്. ഐ മാസ്ക് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? ഇയർ പ്ലഗ് ഉണ്ടാവുമായിരിക്കും. ഇതെന്താ? ഇയർ പ്ലഗ്സ് ഉണ്ട്. ഒരു ബ്രഷ് ഉണ്ട്, പേസ്റ്റ്. അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ട്. കാരണം ലോങ് ഫ്ലൈറ്റ് ആണല്ലോ. ഓൾമോസ്റ്റ് എത്ര മണിക്കൂറുണ്ട് ഇത്? 9 ഒന്നല്ല, അത്രേ ഉള്ളൂ. കോലാലംപൂർ വരെ 9 hours. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇസ്താംബുൾ, പിന്നെ അവിടുന്ന് പാരീസ്. എല്ലാം കൂടി ഒരു 28 മണിക്കൂർ എങ്ങോണ്ടുണ്ട്. ആദ്യത്തെ 9 hours ആണ്. ഫുൾ ഫ്ലൈറ്റ് അല്ല. അതെ. ഇത് ഇസ്താംബുൾ നമ്മൾ മാറും. ഇതെന്താ? ഇതൊരു ബ്ലാങ്കറ്റ്. അത് ബ്ലാങ്കറ്റ്. പിന്നെ ഇതുണ്ട്, ഹെഡ്ഫോൺസ് ഉണ്ട്. ഒരു ഹെഡ്ഫോൺസ് ടർക്കിഷ് എയർലൈൻസിൻ്റെ. ഞാൻ തുറന്നു വെച്ച് ഒരു അത്യാവശ്യം കുഷനിങ് ഒക്കെ ഉള്ള, കുഷൻ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഹെഡ്ഫോൺസ്. അത്യാവശ്യം ഒരു ഫ്ലൈറ്റിന് വേണ്ട ഒരു ഹെഡ്ഫോൺസ്. നൈസ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഇപ്പുറത്തെ സീറ്റിൽ ആളില്ല. ജിങ്കി ജിക്ക ബോർഡിങ് കഴിഞ്ഞു. ഇവിടെ ആളില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഫുൾ ഫ്ലൈറ്റ് ആയിരിക്കുന്നത്. അല്ല, ഫുൾ ഫ്ലൈറ്റ് അല്ല കേട്ടോ. ഇപ്പുറത്തെ ആളില്ല. കുറച്ച് അപ്പുറത്തേക്ക് ഒന്നും ആളില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വട്ടം ഇന്ത്യയിൽ നിന്ന് സിഡ്നിക്ക് വന്നപ്പോ ഇതേപോലെ സെയിം ആയിട്ട് ആളില്ല. സുഖമായിട്ട് കിടന്നു. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ അപ്പുറത്തോട്ടിരിക്കുക, ഒരാൾക്ക് ഇവിടെ തല വെച്ച് കിടക്കാം, കാല് നീട്ടി കിടക്കാം. പരിപാടിയല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി കാത്തിരുന്ന യൂറോപ്പ് ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ടായി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ.
അങ്ങനെ രാത്രി 9 മണി 10 മണി സമയമാണല്ലോ, അപ്പം നല്ല ഭംഗിയായിരുന്നു കേട്ടോ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സിഡ്നി സിറ്റി കാണാനായിട്ട്. ടർക്കിഷ് എയർലൈൻസ് ആയിരുന്നു. അപ്പോൾ അതിലുണ്ടല്ലോ ഇങ്ങനെ മെനു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇതിന് മുന്നേ അങ്ങനെ മെനു കണ്ടിട്ടില്ല ഫ്ലൈറ്റിൽ. അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് വായിക്കുകയായിരുന്നു കേട്ടോ. കുറേ ഒക്കെ ടർക്കിഷിലാണ് എഴുതിയിരിക്കുന്നത്, ടർക്കിഷിലും ഇംഗ്ലീഷിലും അതിനകത്ത് എഴുതിയത്. പക്ഷേ ഈ മെനുവിലുള്ള സാധനമൊന്നുമല്ല കേട്ടോ കൊണ്ടുത്തന്ന്. സാധാരണ അവർ ചോദിക്കുന്ന പോലെ 2 ഓപ്ഷൻ ചോദിച്ചു, എന്നിട്ട് നമുക്ക് ഫുഡ് കൊണ്ടു തന്നു. ഡിന്നറാന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി ബർഗർ കഴിച്ചതാണ്, എന്നാലും പിന്നെ ഫുഡ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ പിന്നെയും കഴിച്ചു കേട്ടോ. അപ്പം ഞാനെടുത്തത് പാസ്തയായിരുന്നു എടുത്തത്. അശ്വിൻ റൈസും ബീഫും കൂടെയുള്ള ഒരു ഡിഷാണ് എടുത്തത്. പക്ഷേ ഞങ്ങൾ ഫുള്ളൊന്നും കഴിച്ചില്ല, കാരണം ഓൾറെഡി കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാനുള്ള സമയമായിരുന്നു. നമുക്ക് നടുക്ക് ആളില്ലാത്തതുകൊണ്ട് ഞാനിത് പില്ലോസൊക്കെ ഇവിടെ സ്റ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ തല അവിടെ വെച്ച് കിടക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ഒരു 9 hours ഫ്ലൈറ്റ് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കോലാലംപൂർ ഇറങ്ങി. സെയിം ഫ്ലൈറ്റ് തന്നെയായിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്ന് പുറത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് കയറണമായിരുന്നു. അങ്ങനെ കയറി അപ്പോഴത്തേനും അവിടുത്തെ രാവിലെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കോലാലംപൂർ ടു ഇസ്താംബുൾ ഫ്ലൈറ്റിൽ നമ്മൾ കയറിയ പാടെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുത്തന്നു. നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഫുഡ് കഴിക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇതൊരു 9 hours അല്ലെങ്കിൽ ഒരു 6 to 8 hours ഗ്യാപ്പിലാണ് കേട്ടോ ഇതെല്ലാം കഴിക്കുന്നത്. ഞാനൊരു എഗ്ഗിൻ്റെ ഡിഷാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത്. അശ്വിൻ എന്തോ ഒരു പാൻ കേക്ക് പോലത്തെ എന്തോ സാധനമാണ് എടുത്തത്. പിന്നെയും അടുത്തൊരു 9-10 മണിക്കൂർ എടുക്കും കോലാലംപൂർ ടു ഇസ്താംബുൾ വരെ. പിന്നെ കുറേ നേരം സിനിമ കണ്ടു. പിന്നെ ഈ ഗെയിമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നത്, 2048. പണ്ട് മൊബൈലിലൊക്കെ ഉണ്ടായിരുന്ന ഗെയിമായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ചിൻ്റെ ടൈമായി. നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയാണോ പരിപാടിയെന്ന്. എന്തായാലും ഫുഡ് കഴിക്കലും ഉറങ്ങലും തന്നെയാണല്ലോ ഇത്രയും ലോങ് ഫ്ലൈറ്റിൽ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ എടുത്തത്. ഒരു റൈസിൻ്റെ തന്നെയായിരുന്നു, റൈസും ചിക്കനും ആയിരുന്നു. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാലഡ് പോലെ, പിന്നെ എന്തോ ഒരു നല്ലൊരു കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ ഒരു ടിഷ്യൂ, പിന്നെ കട്ടറീസ്. ഇതൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ കഴിച്ച പാടെ തന്നെ അടുത്ത ഉറക്കമാണ്. ഈ ഒരു ഫ്ലൈറ്റിൽ ഞാൻ കുറച്ച് കൂടുതൽ ഉറങ്ങി കേട്ടോ, ഒരു 5-6 മണിക്കൂറെങ്കിലും കൂടുതൽ ഉറങ്ങി. പിന്നെ എണീറ്റിരുന്ന് ഈ കലാപരിപാടികളായിരുന്നു എൻ്റെ പരിപാടികൾ. അങ്ങനെ ആ 10 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിൽ നാട്ടുകാരെ എയർ ഹോസ്റ്റസിനെയൊക്കെ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. എൻ്റെ മോനെ, ഈ ഇസ്താംബുൾ എയർപോർട്ടിലായിരുന്നു ബാക്കിയുള്ള കലാപരിപാടികൾ. ഈ ടർക്കിഷ് എയർലൈൻസും ഇസ്താംബുളും ഞങ്ങളെ ഒരു നല്ല കറക്കി കേട്ടോ. ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് പാരീസിനുള്ളത് 11:30. ഞങ്ങളിവിടെ എത്തുന്നത് 11:45. പിന്നെ ഇവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ ആയിരുന്നു ആ ഫ്ലൈറ്റ് പിടിക്കാനുള്ളത്. എൻ്റെ പൊന്നെ, ഞങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. ഒന്നും പറയണ്ട, നമ്മൾ ഇസ്താംബുൾ എയർപോർട്ടിൽ എത്തി. നമ്മൾ വന്ന ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റിൽ മിസ്സായി. നമ്മൾ കറക്റ്റ് ഓടിയൊക്കെ ചെന്ന, ഭയങ്കര ഓട്ടോ ആയിരുന്നു. ഓടിച്ചെന്ന് ലാസ്റ്റ് കോൾ എന്ന് കാണുന്നുണ്ടായിരുന്നു. ഓരോ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബോർഡ് നോക്കി. ഇതായിരിക്കും ഗാന്ധിജി അല്ല, വേറെ ആരും കാണില്ല, പുള്ളിക്ക് കാര്യമില്ല. നമ്മൾ ഓടുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റ് നോക്കുമ്പോൾ ലാസ്റ്റ് കോൾ എന്ന് കാണുന്നുണ്ടായിരുന്നു. ഓടി കറക്റ്റ് എത്തിയപ്പോഴത്തേനും ലേറ്റ് ആയിപ്പോയി. കറക്റ്റ് അവർ ഗേറ്റ് ക്ലോസ് ചെയ്ത് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഞങ്ങൾ എത്തി. പിന്നെ ഞങ്ങൾ റിസപ്ഷൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ പറയാണ് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് തരാമെന്ന്. അപ്പോൾ ഇതിന് ഞങ്ങൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ പോയില്ലേ, നമ്മൾ അവിടെ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തില്ല. ഹോട്ടലും പോവില്ല, എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ദിവസം ഡിലേ ആവും. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യത്തിന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റ് തന്നു. പിന്നെ ഒരു വൗച്ചർ, അതെ, ഒരു മീൽ വൗച്ചറും കൂടെ തന്നു. നമ്മൾ പിന്നെ അപ്പം തന്നെ അല്ലേ, ഒന്നും ആലോചിച്ചില്ല, അപ്പം തന്നെ പോയിട്ട് ഫ്രീ അതെ ഹെൽത്തി ആയിട്ട് ഇസ്താംബുളിൽ നിന്ന് ബർഗർ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത് റീസ്കെഡ്യൂൾ ചെയ്ത് ഫ്ലൈറ്റിലോട്ട് നമ്മൾ ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേസ് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പുറകെ വന്നവരുണ്ടാവുമല്ലോ, ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഈ പാരീസിൽ പോകാൻ വേണ്ടിയിട്ടുള്ളവർ, അവരൊക്കെ പയ്യെ വന്നെന്ന് തോന്നുന്നു. അവർക്കൊക്കെ അടുത്ത ദിവസമേ കിട്ടുള്ളൂ ഫ്ലൈറ്റ്. 4-5 പേരെ നമ്മളവിടെ കണ്ടുള്ളൂ, ബാക്കി എല്ലാവരും വിട്ടെന്നു. ബാക്കി എല്ലാവർക്കും 4-5 പേരെ നമ്മൾ കണ്ടു. ശരിയാ, അവർക്കൊക്കെ അടുത്ത ദിവസമായിരിക്കില്ലേ കിട്ടിയിട്ടുണ്ടാവുക. അത്യാവശ്യമായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ തേഞ്ഞൊട്ടും. അല്ല, അത്യാവശ്യം അല്ല, നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും സമയത്തിന് വില ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കാശ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ
അതങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പ്ലാൻ ചേഞ്ച് എന്നൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കാം. ഇനിയിപ്പോൾ വേഴ്സ്റ്റ് കേസ് നാളെ തരുള്ളൂ എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, അതേ കയറുക എന്നല്ലാണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റ് വന്നു. ഞങ്ങളുടെ തൊട്ടിപ്പുറത്തേക്ക് ഒരു പെങ്കുച്ച് കരയായിരുന്നു. അവൾ ആദ്യം ഞങ്ങളുടെ പുറകെ ഓടി ഗേറ്റിലെത്തിയിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് കോൾ കഴിഞ്ഞവർ ഗേറ്റ് പൂട്ടിന്ന് പറഞ്ഞില്ലേ, ആ കൊച്ച് അവിടെ നിന്ന് കരയായിരുന്നു. കൊച്ചോ അല്ലെങ്കിൽ ഒരു യൂറോപ്യനാണ്, കരയായിരുന്നു. അതിൻ്റെ കൂടെ അമ്മയോ ആരോ പോലത്തെ അങ്ങനെ ഒരു ലുക്കിംഗ് ഒരു ലേഡി ഉണ്ടായിരുന്നു. അവരെന്തേലും നല്ല അത്യാവശ്യത്തിന് പോകുന്നോ എന്തേലൊക്കെ ആയിരിക്കും പാവം കരയുന്നുണ്ടായിരുന്നു. അതുപോലെ വേറെ ഒരു ട്രാവലറിനെയും കണ്ടു, അവരും കരഞ്ഞു ഫ്ലൈറ്റ് മിസ്സായിട്ട്. ഓരോരുത്തർക്കും നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് കരയും. നന്ദി പറയണം, നമുക്ക് കരയേണ്ട സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട്. അപ്പോഴേ നമ്മൾ ആലോചിക്കുന്നത് പലരും ഫ്ലൈറ്റിലുള്ളത് പല 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 കാര്യം അല്ലേ, കട്ട് ബുക്ക് ചെയ്തതും പല പല കാര്യത്തിനായിട്ട് പോകുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ സങ്കടം തോന്നി പാവം അത് കരയുന്ന കണ്ടപ്പം. അവർക്കും കിട്ടിയെന്ന് തോന്നും, ഞങ്ങളുടെ അതേ ഫ്ലൈറ്റിൽ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ, ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാവും. എനിവേ അതാണ് ഇസ്താംബുളിലെ കഥ. പിന്നെന്താണ്, പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് കയറി പാരീസിലെത്തുന്നു. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മള് ഭയങ്കര പാരീസിലോട്ട് പോണ ആ ലോങ് ജേർണി കഴിഞ്ഞിട്ട് ഇതാണ് ഇനി ഷോർട്ടസ്റ്റ് ലെഗ്. 4 hours ഉള്ളൂ ഇനി. അങ്ങനെ നമ്മള് പാരീസ് എത്തി കേട്ടോ, എയർപോർട്ട് എത്തി. ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു കുറച്ച് കാശ് ഒരു 70 യൂറോ കയ്യിലെടുത്ത് വെച്ചു. ബാക്കി നമ്മൾ ഇതിലാണ്, കാർഡിലാണ്. പക്ഷെ ഇതെന്തെങ്കിലും അത്യാവശ്യത്തിന് ക്യാഷായിട്ട് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സെറ്റ്. അതെ 70 യൂറോ കയ്യിലുണ്ടെന്ന് മറക്കണ്ട. നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബാഗേജ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ വന്നപ്പോ തന്നെ ബാഗ് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ഡിലേ ഒന്നും ഇല്ല. സാധനം വന്നു. നമ്മളിപ്പോ എയർപോർട്ടിന്റെ പുറത്തിറങ്ങി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഹോട്ടലിലോട്ട്. അപ്പൊ ഊബർ ഇപ്പൊ വരും. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഭാഗത്താണ് ഊബർ വരുന്നത്, ടെർമിനൽ 1 ആണ്. ഇനി ഊബർ വരട്ടെ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ എന്നിട്ട് റൂമിലോട്ട് പോവാണേ. ഒരാൾക്ക് കയറാനുള്ള ലിഫ്റ്റിന്റെ സ്പേസേ ഉള്ളൂ. ഇതെന്താ അലമാര പോലത്തെ ലിഫ്റ്റോ? സാധനം പോവോ മുകളിലോട്ട്? ശരിക്കും അലമാരക്കകത്ത് കയറി അറിയണം. നമ്മൾ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റൂമിലോട്ട് വന്നു. അങ്ങനെ നമ്മളിതാ ഊബറൊക്കെ എടുത്തതാ പാരീസിലെത്തി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. റൂം നല്ല കോമഡി റൂമാണ്. ഇത്രേ ഉള്ളൂ, റൂം ഇത്രേ ഉള്ളൂ. ചെറിയ റൂമാണ്, പക്ഷെ നല്ല നല്ലൊരു ക്യൂട്ട് ഹോട്ടലാണ്. ഭയങ്കര ഒരു വിൻറ്റേജ് പോലത്തെ ഒരു ബിൽഡിംഗ് ആണ്. അതിനി നാളത്തെ വ്ളോഗിലൊക്കെ ഞാൻ കാണിക്കാം. പക്ഷെ പുറത്തോട്ട് മഴ പെയ്യുന്നുണ്ട്, പുറത്തോട്ട് നോക്കുക. ഇങ്ങനത്തെ വിൻഡോസ് ആണ്. പക്ഷെ ഫുഡുണ്ടാവും, ശരിയാ, നല്ല മണം വരുന്നുണ്ട്. വാവ്. ഓക്കേ, അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മൾ സിഡ്നിന്ന് പാരീസ് എത്തുന്ന വരെയുള്ള വ്ളോഗ്. മടുത്തു. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്താ നോക്കുന്നത്, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഡ്നിയില് വെളുപ്പിനെ 4:30 അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ ഇരുന്നപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ നമ്മൾ കുറേ ഉറങ്ങിയുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഒരു ഫ്രണ്ടും ഹസ്ബൻഡും, അവരിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മീറ്റ് ചെയ്യാനായിട്ട്, ഡിന്നറിന് മീറ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുകളെല്ലാം എല്ലാവരും കാണുക. പാരീസ്, ബെൽജിയം, ആംസ്റ്റർഡാം ആയിരിക്കും ഇനിയുള്ള കോണ്ടന്റൊക്കെ. മാക്സിമം നല്ലതായിട്ടൊക്കെ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല. ബൈ.